ഹായ് ഓൾ, നൗ ഇറ്റ്സ് ഒഫീഷ്യൽ. എന്താണെന്നല്ലേ, KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ അടുത്ത വിജ്ഞാപനം മാർച്ച് 7-ാം തീയതി വരുന്നുവെന്ന് PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് PSC ഈ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. PSC ഇതിൽ പറഞ്ഞിരിക്കുന്നത് KS എക്സാമിന്റെ സിലബസ് എന്തായിരിക്കുമെന്നും അതുപോലെ തന്നെ ഈ എക്സാം എന്ന് നടത്തും എന്നുള്ള കാര്യവുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ അടങ്ങിയ രീതിയിൽ തന്നെയാണ് KS എക്സാം നടക്കുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് 7-ാം തീയതി 2025 വരും എന്നും PSC പറഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ പ്രിലിമിനറി എക്സാം, പ്രാഥമികമായ എക്സാം എന്ന് പറയുന്നത് അത് 2 പേപ്പറുകളായി മുൻകാലത്തെ അതേ സിലബസ് തന്നെ നിലനിർത്തി പേപ്പർ 1, പേപ്പർ 2 എന്ന രീതിയിൽ 2 പേപ്പറുകളായി ഒരു ദിവസം തന്നെ രാവിലെയും ഉച്ച കഴിഞ്ഞ് നടത്തുന്നതായിരിക്കും. അത് ജൂൺ 14-ാം തീയതി ആയിരിക്കും നടത്തുക. അപ്പോൾ ആ പ്രിലിമിനറി പാസ്സായി വരുന്നവർക്കുള്ള മെയിൻ എക്സാം നടക്കുന്നത് ഒക്ടോബർ 17, 18 തീയതികളിൽ മുൻകാലങ്ങളിൽ അതേ സിലബസ് നിലനിർത്തിക്കൊണ്ടുള്ള പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ മെയിൻസും കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇന്റർവ്യൂ ജനുവരിയിൽ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ ഇന്റർവ്യൂ നടത്തി മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ ലിസ്റ്റ് 2026 ഫെബ്രുവരി 16-ാം തീയതി പ്രഖ്യാപിക്കും എന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. സിലബസ് എന്ന് പറയുന്ന മുൻകാലത്തെ അതേ സിലബസ് നിലനിർത്തും എന്നും PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും വ്യക്തത വന്നിരിക്കുകയാണ്. എന്താണ് സിലബസ്, എന്നാണ് എക്സാം നടക്കുക, ഇത് നടക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, അതെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി എന്ന് എക്സാം നടക്കുമെന്ന്. കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് 110-ാം ദിവസം നമുക്ക് പ്രിലിമിനറി എക്സാം ഹോളിൽ ഇരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനിയുള്ള 110 ദിവസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, വളരെ വലിയൊരു സിലബസ് ആണ്. ഇതേ സിലബസ് തന്നെയാണ് എവിടെയും വരുന്നത്. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞ് നടക്കുന്ന മെയിൻസിനും വരുന്നത്. അപ്പോൾ ഈ വ്യക്തമായും കൃത്യമായും ഈ സിലബസ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു നിമിഷം പോലും എന്തില്ല, നമുക്ക് പാഴാക്കാനില്ല. പ്രിപ്പറേഷൻ എന്നത് ഇതിന് മുന്നേ തുടങ്ങിയവർ അത് വീണ്ടും ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ട സമയമായി. ഇനി ഇതിന് തുടങ്ങാത്തവർ ഇനി വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സമയവും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് പ്രിലിമിനറിക്ക് മുമ്പുള്ള 110 ദിവസങ്ങൾ. അത് വളരെ വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം, കൃത്യമായി പഠിക്കണം. സിലബസ് എങ്ങനെ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ വലിയ സിലബസ് എങ്ങനെ കവർ ചെയ്യാനായിട്ട് കഴിയും, അത് എങ്ങനെ കവർ ചെയ്യാനായിട്ട് കഴിയും എന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ സിലബസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ആ വ്യക്തമായി മനസ്സിലാക്കിയ സിലബസിനെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് കഴിയണം. കൃത്യമായ ടാസ്കുകൾ വെച്ച് ഇത്ര ദിവസം കൊണ്ട് ഇത്ര സബ്ജക്റ്റുകൾ കവർ ചെയ്യുന്നു, ആ ടാസ്കുകൾ വെച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായ ടെസ്റ്റുകൾ കൂടി എടുത്തു പോകണം. പ്രിലിമിനറിക്ക് നമുക്കറിയാം, ഞാൻ പറഞ്ഞു 100 മാർക്കിന്റെ 2 പേപ്പറുകൾ ഒരു ദിവസം നടക്കുമെന്ന് പറഞ്ഞു. ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, ഹൗ ടു അപ്ലൈ ദാറ്റ് നോളജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകൾ കൂടി എടുത്ത് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോയി പ്രിലിമിനറി ക്ലിയർ ചെയ്യുക. പിന്നെ അതേ സിലബസ് തന്നെ മെയിൻസിലേക്ക് വരുന്നു. അവിടെ വ്യക്തമായി എഴുതി പഠിച്ച് നിങ്ങൾ റൈറ്റിങ്ങിൽ വളരെ കംഫർട്ടബിളായി ആ 4 മാസം കൊണ്ട് മാറിയെടുക്കുകയാണെങ്കിൽ മെയിൻസും ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം പിന്നീട് നടക്കുന്ന അഭിമുഖവും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു അല്ലേ, ഇതിൽ നമുക്ക് ഉള്ളത് 3 കാറ്റഗറി ഓഫ് ആളുകളായിരിക്കും. ഒന്ന്, ഇതിന് മുന്നേ പഠിച്ചു തുടങ്ങിയ പഠിച്ചു തുടങ്ങി ഇപ്പോഴും ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മുന്നേ പഠിച്ചു തുടങ്ങി KSന്റെ ഒരു അൺസർട്ടനിറ്റി കാരണം പഠനം നിർത്തിവെച്ചിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു വിഭാഗം. ഇനി മൂന്നാമതായി നമുക്ക് പറഞ്ഞാൽ എന്താ, ഓക്കെ, ഇനി പഠിച്ചു തുടങ്ങാനായിട്ട് വരുന്ന ഒരു വിഭാഗം എന്നുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയായി നമുക്ക് ഉദ്യോഗാർത്ഥികളെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവർ ഓരോരുത്തരും അവർക്ക് വേണ്ടി എടുക്കേണ്ട രീതികൾ, പഠന പരിപാടികൾ, അതിൻ്റെ ഓരോ തലങ്ങളും വ്യത്യസ്തമാണ്. ഇത് ഓരോ രീതിയിലും മനസ്സിലാക്കി, അതായത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയും ഇനി എത്ര സമയം നമ്മുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയും ആ സിലബസിന് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇനി കുറച്ചുകൂടെ എക്സാമിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ടെസ്റ്റുകൾ എടുത്തുകൊണ്ട് ബ്രഷപ്പ് ചെയ്ത് കൃത്യമായ റിവിഷനിലൂടെ അതെന്ത് ചെയ്യുക എന്നുള്ളതാണ്, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ 2ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, അതായത് കുറച്ചു കാലമായി പഠിച്ചു പിന്നീട് നിർത്തിവെച്ചു, ഇനി പഠിക്കാം. അവർക്ക് മുമ്പിൽ നിൽക്കുന്ന 2 പ്രശ്നങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ. ഒന്ന്, ഇത് മുഴുവൻ ബ്രഷപ്പ് ചെയ്തെടുക്കണം. 2, ഒരു സ്റ്റാർട്ടിംഗ് ടെബിൾ, എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ള കാര്യങ്ങൾ. അവിടെയും വേണ്ടത് ഈ സിലബസിനെ മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇത്ര ദിവസം കൊണ്ട് ഇന്ന ടോപ്പിക്കുകൾ ഇന്ന രീതിയിൽ കവർ ചെയ്യുമെന്നും അത് എത്ര ഫാസ്റ്റായിട്ട് കവർ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ വ്യക്തമായി വെച്ചുകൊണ്ട് അത് കവർ ചെയ്ത് അതിനോടൊപ്പം ടെസ്റ്റുകളും എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ളതായി. ഇനി 3ാമതൊരു കാറ്റഗറി ഞാൻ പറഞ്ഞല്ലേ, ഇനി തുടങ്ങാനുള്ളത്. അപ്പോൾ വിചാരിക്കും ഈ നിൽക്കുന്നവരോട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനിയുള്ള സമയം.
കഴിയും. പക്ഷെ അവിടെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഹാർഡ് വർക്കിന് മുകളിൽ സ്മാർട്ട് വർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള 110 ദിവസം മതി പ്രിലിമിനറി പാസ്സാവാൻ. അതിനുശേഷം വരുന്ന 120 ദിവസത്തോളമുള്ള സമയം കൊണ്ട് മെയിൻസും പാസ്സാകാനായിട്ട് കഴിയും. പക്ഷേ ഈ ഉള്ള സമയത്ത് ഈ സിലബസിനെ വ്യക്തമായും കൃത്യമായും എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ എവിടെയാണ്, എവിടെ നിന്ന് ചോദ്യങ്ങൾ വരും, ആ ചോദ്യം എങ്ങനെയായിരിക്കും, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അതിന് ഏത് ഭാഗത്തിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, ഏത് സിലബസിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇങ്ങനെ കൃത്യമായി അനലൈസ് ചെയ്ത് കൃത്യമായി ഇൻഡെപ്തിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ആദ്യമായി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കും ഇതെന്തല്ല, ഒരു ബാലികേറാമലയല്ല. നിങ്ങൾക്കും ഇത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ മുന്നേ പറഞ്ഞ 2 കാറ്റഗറിയേക്കാൾ കുറച്ചുകൂടെ പ്ലാനായി സ്മാർട്ടായി വർക്ക് ചെയ്യണം. അതൊരു ദിവസത്തിൽ 18-20 മണിക്കൂർ പഠിക്കണമെന്നുള്ളതല്ല. നിങ്ങൾ പഠിക്കുന്ന 2, 3, 4 മണിക്കൂർ ആവട്ടെ, പക്ഷെ ആ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി ഉപയോഗിക്കണം. വളരെ നോളജബിൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായി സ്മാർട്ടായിട്ട് വിനിയോഗിക്കണം. ഇത്ര സമയം പഠനം, ഇത്ര സമയം അതിൻ്റെ ടെസ്റ്റുകൾ, ഈ രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് നോക്കണം? ഇത് കവർ ചെയ്യാനായിട്ട് നോക്കണം. ഈ 3 കാറ്റഗറി ആളുകളും എന്ത് ചെയ്യണം? ചിലപ്പോൾ നിങ്ങളൊരു ഗൈഡൻസ് ലാക്ക് ചെയ്യുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ലാക്ക് ചെയ്യുന്നുണ്ടാവും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നേടിയമായിട്ട് വരും, അല്ലെങ്കിൽ വേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾക്ക് എമിനന്റ് PSC പോലുള്ള ഈ ഒരു എക്സാമിൽ മുൻകാലങ്ങളിൽ വലിയ റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള എമിനന്റ് PSCയുടെ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ലഭിക്കുക. അപ്പോൾ എമിനന്റ് PSCയുടെ KSനുള്ള സമഗ്രമായ ബാച്ച്, അതായത് വളരെ വ്യക്തമായി എൻ്റെയർ സിലബസ് കവർ ചെയ്യുന്നു. ഈ സമയത്തിൽ സിലബസ് കവർ ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. കൃത്യമായും ഈ സമയത്തിൽ സിലബസ് ഞങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ സമയത്തിനകത്ത് സിലബസ് കവർ ചെയ്യുകയും അതിന് വ്യക്തമായി കൃത്യമായ റിവിഷൻ പ്ലാനുകളും അതോടൊപ്പം തന്നെ ടെസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന എമിനന്റ് PSCയുടെ ഏറ്റവും പുതിയ ബാച്ച് മാർച്ച് 5-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ KSുമായി ബന്ധപ്പെട്ട എന്ത് സംശയമാണെങ്കിലും, അതുമായി ബന്ധപ്പെട്ട പഠനമോ സിലബസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായുള്ള സംശയമോ അല്ലെങ്കിൽ പുതിയ ബാച്ചുകളെ പറ്റിയുള്ള കാര്യങ്ങളോ അറിയാനായിട്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക. എല്ലാവരും നല്ല രീതിയിൽ പ്രയത്നിക്കുക. പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് ഒന്നിച്ച് നേടാം. ടുഗദർ ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പൻ.